നമസ്കാരം. നീണ്ട അഭ്യൂഹങ്ങൾക്ക് ശേഷം ഒടുവിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു. 10 മാസത്തിന് ശേഷം രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണ നേതാവ് മുഹമ്മദ് യൂനുസ് രംഗത്ത് വന്നു. 2026 ഏപ്രിൽ മാസം പകുതിയോടെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും തിരഞ്ഞെടുപ്പിനുള്ള വിശദമായ രൂപരേഖ ഉചിതമായ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് യൂനുസ് അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശക്തമാക്കി വരുന്നതിനിടയിലാണ് മുഹമ്മദ് യൂനുസിന്റെ ഈ പ്രഖ്യാപനം. ഈ വർഷം ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നായിരുന്നു BNPയുടെ ആവശ്യം. യൂനുസിന്റെ സർക്കാർ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വിമർശിച്ച BNPയുടെ ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ ധാക്കയിൽ വലിയ റാലിയും നടന്നിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിന് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ അന്ത്യം കുറിച്ചതിന് പിന്നാലെയായിരുന്നു ബംഗ്ലാദേശിന്റെ താൽക്കാലിക സർക്കാരിന്റെ ചുമതലയിലേക്ക് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് എത്തുന്നത്. സർക്കാർ ജോലികളിലെ 30% കോട്ട സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ഷേഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായ വലിയ പ്രതിഷേധമായി മാറുകയായിരുന്നു. ഹസീനയുടെ ഭരണകാലത്ത് അഴിമതി, മോശം ഭരണം, സ്ഥാപനങ്ങളുടെ തകർച്ച എന്നിവ ബംഗ്ലാദേശിനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നാണ് മുഹമ്മദ് യൂനുസ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കൽ, ഭരണഘടനാ പരിഷ്കരണങ്ങൾ എന്നിവ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. 2024 ഡിസംബറിൽ യൂനുസ് 2025 അവസാനം മുതൽ 2026 ജൂൺ വരെ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പരിഷ്കരണങ്ങളുടെ പുരോഗതി കൂടി കണക്കിലെടുത്ത് 2026 ഏപ്രിലേക്ക് തീയതി നീട്ടുകയായിരുന്നു. BNPക്ക് പുറമെ തിരഞ്ഞെടുപ്പ് നടത്താൻ സൈന്യത്തിന്റെയും ഭാഗത്തു നിന്ന് അതിയായ സമ്മർദ്ദമുണ്ടായിരുന്നു. സൈന്യത്തിന്റെ തലവൻ ജനറൽ വേക്കർ ഉസ് സമാനായിരുന്നു 2025 ഡിസംബറിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ഇത് യൂനുസിനും സൈന്യത്തിനുമിടയിൽ ശീതയുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഘർഷത്തിനു പോലും കാരണമായി. ഇതോടെ ഈ വർഷം മേയിൽ യൂനുസ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉപദേശകർ അദ്ദേഹത്തെ തുടരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് സംവിധാനം, പോലീസ്, ജുഡീഷ്യറി, അഴിമതി വിരുദ്ധ കമ്മീഷൻ, പൊതുഭരണം, ഭരണഘടന എന്നീ മേഖലകളിൽ യൂനുസ് ഭരണകൂടം പരിഷ്കരണം നടത്തുന്നുണ്ട് എങ്കിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവായുള്ള ആരോപണം. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയുടെ രജിസ്ട്രേഷൻ സുപ്രീം കോടതി പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്.